പെട്രോളിനും ഡീസലിനും പിന്നെയും വില കൂട്ടി. ആരും അറിഞ്ഞോ ഇല്ലയെന്ന് അറിയില്ല കേട്ടോ. 3 റുപ്യ വെച്ചാൽ കൂട്ടി. 2.61 അങ്ങനത്തെ വെച്ച് കഴിഞ്ഞാൽ വില കൂട്ടിയിട്ടുണ്ട്. പെട്രോളിനും ഡീസലിനും വില കൂട്ടി. സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ടൊന്നും ആരും കാണുന്നില്ല കേട്ടോ. ആരും ഒന്നും അറിഞ്ഞില്ല എനിക്ക് തോന്നുന്നത്. ഇനി കേന്ദ്ര സർക്കാർ കൂട്ടുന്നതും കൊണ്ട് നമ്മൾ ഉണ്ടൂല എന്ന് പറയുകയാണോന്ന് പറഞ്ഞില്ല. ഏതായാലും കഴിഞ്ഞ 2 ആഴ്ചൻ്റെ 4 പ്രാവശ്യമായിട്ടാണ് വില കൂട്ടി. അതായത് 10 രൂപൻ്റെ അടിയത്ത് ഇപ്പോൾ വില കൂട്ടി. ഗ്യാസിന് വരെയും കൂട്ടിട്ടോ. ഗ്യാസിന് ഇപ്പോൾ 1000 സംതിങ് കൊടുക്കണം. അപ്പോൾ പണ്ട് കാളവണ്ടി സമരം നടത്തിയവരുണ്ട്. പാചകത്തിൻ്റെ പ്രശ്നം പറഞ്ഞാൽ വില പറഞ്ഞവരുണ്ട്. പിന്നെ 50 റുപ്യക്ക് പെട്രോൾ ഡീസലും തരാ എന്ന് പറഞ്ഞവരുണ്ട്. അവർക്ക് ഉണ്ടോ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഭരിക്കുന്ന ആൾക്കാരെ കൊണ്ട് കൊണ്ടുവരല്ലോ. ഏതായാലും ഇതിൻ്റെ ബുദ്ധിമുട്ട് വരുന്ന ആർക്കാന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾക്കാണ്. അതായത് നിത്യോപയോഗ സാധനത്തിന് ഇപ്പോൾ മൊത്തം വില കൂടും. എല്ലാ സാധനത്തിനും വില കൂടും. പിന്നെ ഹോട്ടലിൽ പോയാൽ ചായകൾക്കും ഭക്ഷണങ്ങൾക്കൊക്കെ വില കൂടി. എല്ലാ സാധനത്തിനും വില കൂടി. കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്യാസിന് വില കൂട്ടിയാൽ ഇപ്പോൾ അതിന് വില കൂട്ടണമല്ലോ. പിന്നെ പാലിന് വില കൂട്ടിയാണ്. പാലിന് വില കൂട്ടിയെന്ന് വെച്ചാൽ ഇപ്പോൾ മിൽമക്കാർ 4 റുപ്യ കൂട്ടിയിട്ടുണ്ട്. 4 റുപ്യ കൂട്ടാൻ കാരണം എന്ന് വെച്ചാൽ അത് കർഷകർക്ക് കൂടി ഉപകാരപ്പെടുന്ന കേട്ടോ. അതിൻ്റെ ഈ വില കൂട്ടിയപ്പോൾ കർഷകർക്ക് ഒരു നിശ്ചിത ശതമാനം കിട്ടും. അത് കാലിത്തീറ്റൻ്റെ ഇതിൻ്റെ വില നല്ലോണം കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പാലിന് വില കൂട്ടിന് അത് ആവശ്യക്കാരുമാണെങ്കിൽ ഉപയോഗിച്ചാൽ മതി. പാൽ ആവശ്യമില്ലെങ്കിൽ ഉപയോഗിക്കുന്ന പാൽ നിർബന്ധമൊന്നുമില്ലല്ലോ. പക്ഷേ പെട്രോൾ ഡീസലിന് വില കൂട്ടിയെന്ന് വെച്ചാൽ അത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. പണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ പെട്രോൾ ഡീസൽ വില കൂട്ടി. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടിയപ്പോൾ എന്താ ചെയ്യുന്നത്? ശരിക്കും എന്താ ചെയ്യേണ്ടത്? വില കൂടിയപ്പോൾ വില കുറക്കണം. പിന്നെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്താലും അത് പ്രതികരിക്കാനുള്ള പ്രതികരണശേഷി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പോയി. ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കി നിൽക്കുന്ന ആൾക്കാരാണ്.